ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കൂൾ ഡേ ഇൻ മൈ ലൈഫാണ്. കുറേ ദിവസത്തിന് ശേഷം കുറേ ലീവൊക്കെ ഉണ്ടായിരുന്നല്ലോ നമുക്ക്. അതൊക്കെ കഴിഞ്ഞിട്ടപ്പോഴാണ് സ്കൂളിൽ പോകുന്നത്. അപ്പം ഞാനൊരു ക്വിക്ക് റെസിപ്പി കാണിക്കാം. ഞാൻ പിന്നെ ഡെയിലി അടുക്കളയിൽ കയറി കുക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ഭയങ്കര പ്രോയാണിതിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. പകുതിയോളം ഞാൻ കുക്ക് ചെയ്തത്, പകുതി ഞാൻ സ്റ്റവ് ഓൺ ചെയ്ത് കുക്ക് ചെയ്തു, ബാക്കി പകുതി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു, പിന്നെ ഓൺ ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. ഡോണ്ട് മൈൻഡ് ഇറ്റ്, ബിക്കോസ് ഞാൻ മറ്റേ സർവൈവൽ കുക്കറാണ്. അതായത് ഇപ്പോൾ മാഗി, നൂഡിൽസ്, പാസ്ത അങ്ങനെയൊക്കെ ഉണ്ടാക്കാനേ ഞാൻ അടുക്കളയിൽ കയറാറുള്ളൂ. എനിക്ക് കുക്കിംഗ് അത്ര ഇഷ്ടമൊന്നുമല്ല. ചെയ്യും സംടൈംസ്, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും റെസിപ്പി ഉണ്ടായാലൊക്കെ കുക്ക് ചെയ്യും. അല്ലാതെ ഞാൻ ഭയങ്കര കുക്കിങ്ങിനെക്കാട്ടിലും എനിക്ക് ക്ലീനിങ് ആണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനെ കുക്ക് ചെയ്യാറില്ല. അപ്പോൾ ഇതെൻ്റെ അനിയൻ്റെ ഹോസ്റ്റലിൽ അവർക്കത് കൊടുക്കും. അതായത് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അതിന് നടുക്ക് ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കും. ഞാൻ ചീസ് സ്ലൈസും ചില സമയം ആഡ് ചെയ്യാറുണ്ട്, ഓർ ഗ്രേറ്റ് ചെയ്ത ചീസും ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ നല്ല ചീസ് പുള്ളൊക്കെ കിട്ടും. ഭയങ്കര ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് വയ്ക്കുമോ. ചുമ്മാ ചീസ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അത് ബ്രെഡ് എടുക്കുക, അതിന് നടുക്ക് ചീസ് വയ്ക്കുക. പിന്നെ നമ്മൾ വീറ്റ് ബ്രെഡും യൂസ് ചെയ്യാറുണ്ട്. വീറ്റ് ബ്രെഡ് യൂസ് ചെയ്താൽ കുറച്ചുകൂടെ ഹെൽത്തിയാണ്. അതിൻ്റെ അപ്പം ഞാൻ രാവിലെയും ഇപ്പം വൈകുന്നേരവും രാത്രിയൊക്കെ എനിക്കിത് കഴിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് ഈ ചോറും അങ്ങനെ എന്തെങ്കിലും ചോറ്, ഉപ്പേരി അങ്ങനെയൊക്കെ കഴിക്കുന്നതിനെക്കാട്ടിലും എനിക്ക് ഇതും ഇഷ്ടമാണ്. ഇതാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുക. കാരണം ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ എൻ്റെ വയറ് നിറയും. ഞാൻ ഭയങ്കരമായിട്ട് കഴിക്കാറൊന്നുമില്ല. പിന്നെ എന്താണ് തടി വയ്ക്കണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഭയങ്കര തടിയല്ല, എൻ്റെ ഹൈറ്റിന് വൈസ് നോക്കുമ്പോൾ ഞാൻ ഓക്കെയാണ്. പക്ഷെ എന്നാലും എനിക്ക് കുറച്ചുകൂടെ വെയിറ്റ് കുറയ്ക്കണം. അപ്പം ഞാൻ ഇപ്പോൾ ഷുഗർ കട്ടൊക്കെയാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഒരു ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി പശുമ്പാൽ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പശുമ്പാൽ മാത്രമേ ഞാൻ കുടിക്കാറുള്ളൂ. ഈ ചിലർ ആട്ടിൻപാൽ കുടിക്കുമല്ലോ, അങ്ങനെ പറയില്ല. എനിക്കത് ഇഷ്ടമല്ല. ഇതാണ് ഞാൻ കുടിക്കാറ്. അപ്പം ഒന്നെങ്കിൽ ഹോർലിക്സ് ഇട്ടിട്ടോ അല്ലെങ്കിൽ നോർമലായാലും ഞാൻ കുടിക്കാറുണ്ട്. ഇതായിരിക്കും മിക്ക ദിവസത്തെ എൻ്റെ ഡിന്നർ. ഓക്കെ. അപ്പം ബ്രെഡ് എടുക്കുക, അതിന് ടോസ്റ്റ് ചെയ്യുക, നടുക്ക് ചീസ് വെക്കുക, അത്രയേ ഉള്ളൂ. ആൻഡ് ദെൻ ഇത് ഞാൻ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ആക്ച്വലി ഇന്ന് കുളിച്ചിട്ട് പോയൊരു ദിവസമായിരുന്നു. ഇന്നല്ല, ഞാൻ കഴിഞ്ഞ ഒരു ദിവസം കുളിച്ചിട്ട് ഇങ്ങനെ കുറേയൊക്കെ തൊട്ട് പോയപ്പം എനിക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്തു. നല്ലൊരു ഉന്മേഷം തോന്നി. അങ്ങനെ ഞാൻ രാവിലെ കുളിച്ചു. പക്ഷേ എല്ലാ ദിവസവും പോസിബിൾ അല്ല. ഞാൻ 8 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്നാലേ ഞാനൊരു 8-8:15, അതെന്നാലേ ഞാനൊരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് സ്കൂളെത്തണം. അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഇറങ്ങും. അപ്പോൾ എല്ലാ ദിവസവും എനിക്കാണെങ്കിൽ രാവിലെ എണീറ്റ് കുളിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. ചില ദിവസങ്ങളിൽ ഞാൻ കുളിച്ചിട്ട് പോകാറുണ്ട്. അപ്പോൾ ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് റെഡിയായി. പിന്നെ ഞാൻ പോയിട്ട് വൈകുന്നേരം വന്നിട്ട് ഞങ്ങൾക്ക് ആക്ച്വലി ഡെക്കാത്തലോണിൽ പോകാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഡ്രോപ്പായി. ഒന്നാമത്തെ കാര്യം നല്ല മഴയാണ്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു നാളത്തേക്ക് പോകാമെന്ന്. കാരണം ഞാൻ ഉടനെ ജിമ്മിൽ പോകുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ്, ഞാൻ അതിനൊന്നും പറയുന്നില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു എർത്ത് ഋതത്തിൻ്റെ സൺസ്ക്രീൻ സ്പ്രേ ആണ്. നമ്മൾ സെയിൽ ഇപ്പോൾ നൈക്കിൽ ഹോട്ട് പിങ്ക് ഡേ സെയിൽ അടക്കമാണ്. അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറയാം. ഞാൻ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് അത് അപ്ഡേറ്റ് ചെയ്യാം. സോ ഇതെന്ന് പറഞ്ഞാൽ സൺസ്ക്രീൻ സ്പ്രേ ആണ്. സോ ഇത് നമുക്ക് ബാഗിൽ ഇങ്ങനെ കീ ചെയിനായിട്ടോ അല്ലെങ്കിൽ നമ്മൾ താക്കോലിൻ്റെ നമ്മൾ സ്റ്റാക്ക് ചെയ്തിട്ടില്ലേ കീ ചെയിൻ, ലിപ് ബാം, ഇതൊക്കെ വെച്ചിട്ട് ലൈക്ക് പിൻട്രസ്റ്റിലൊക്കെ ഉള്ളവർക്ക് അറിയായിരിക്കും. പിൻട്രസ്റ്റ് ഗേളീസിനൊക്കെ അറിയായിരിക്കും. അപ്പോൾ അതേപോലെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ലിപ് ബാം വാങ്ങിച്ചു. സ്വിസ് ബ്യൂട്ടിയുടെ ഭയങ്കര അഫോർഡബിളായിട്ട് ബെസ്റ്റ് ലിപ് ബാം നോക്കുന്നുണ്ടെങ്കിൽ ഗോ ഫോർ ദിസ് വൺ. കുറേ ഫ്ലേവർ ഉണ്ട് ഇതിൻ്റെ തന്നെ. അതും ഒക്കെയാണ് ഞാൻ മേടിച്ചത്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.